അവസ്ഥ നിങ്ങൾ കണ്ടത്. ആകെ മൂന്ന് മൂന്നെന്ന് പറയാൻ പറ്റില്ല, 5 പേര്. അത് 5 പേര് ആരാണെന്ന് എനിക്കറിയില്ല. എന്തായാലും അതിൽ കമൻ്റ് ഇട്ട ഒരു 5 പേര് നമ്മൾ അറിയുന്നവരുണ്ടാവും. അവർ മാത്രമായിരിക്കും എന്തുണ്ടാവുക നമ്മളെ കണ്ടിട്ട്. ബാക്കി 123 പേര്, ഈ ബാക്കി 123 പേരും എൻ്റെ എല്ലാ ലൈവുകളിലും വരുന്നുണ്ടാവും, എല്ലാ ലൈവുകളിലും വിശേഷങ്ങൾ പറയുന്നുണ്ടാവും. അത് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമായിരിക്കില്ല, നമ്മുടെ ലൈവുകളിൽ വരുന്ന മറ്റ് സുഹൃത്തുക്കളോടുള്ള സൗഹൃദ ബന്ധങ്ങളെ പുതുക്കാനുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കാനുള്ളവരായിരിക്കാം, അതുമല്ലെങ്കിൽ അവർക്ക് പുതിയ സബ്സ്ക്രിപ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ളവരായിരിക്കാം. ഈ സബ്സ്ക്രിപ്ഷൻ വാങ്ങിക്കുന്ന സമയത്ത് കമൻ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ എന്ന് പറയുന്ന കമൻ്റ് അല്ലാതെ, ഒരു വീഡിയോ വാച്ച് അല്ലാതെ അവരുടെ ഭാഗത്തു നിന്ന് പിന്നീട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ എല്ലാവരെയും ഞാൻ അങ്ങനെ അടച്ചധിക്ഷേപിച്ച് പറയില്ല. പലരും വരുന്നവരുണ്ട്, കാണുന്നവരുണ്ട്, ലൈക്ക് ചെയ്യുന്നവരുണ്ട്, സ്ഥിരമായി എൻ്റെ വീഡിയോകളിൽ വന്ന് അറ്റ്ലീസ്റ്റ് ഒരു തമ്പലൈനെങ്കിലും ഇട്ട് പോകുന്ന കുറച്ച് നല്ല സുഹൃത്തുക്കളുണ്ട്. അവരോട് എന്നും സ്നേഹം തന്നെ. അവരോട് മാത്രമല്ല, എല്ലാവരോടും സ്നേഹം തന്നെ. നമ്മളെ കണ്ടാലും കണ്ടില്ലെങ്കിലും നമ്മളോടൊപ്പം കൂടെ ചേർന്നിരിക്കുന്ന കുറേ സൗഹൃദങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതമാണ്. എപ്പോഴും നമ്മുടെ ലൈവിലേക്കും നമ്മുടെ വീഡിയോകളിലേക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിനും എന്നെക്കൊണ്ട് കഴിയും വിധം ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും വീഡിയോകളാണ് കാണുന്നത്. ഞാൻ നിങ്ങളോട് ചിലപ്പോൾ ഒരുപാട് ഹായ്, എന്താണ് വിശേഷമാണോ, സുഖമാണോ എന്നൊന്നും ചോദിച്ച് വരാൻ ഇല്ലായിരിക്കാം. പലർക്കും അങ്ങനെ ഒരു തോന്നലുള്ളത് എൻ്റെ തെറ്റല്ല. കാരണം ഞാൻ എന്താണ്, എന്നെ എന്താണെന്ന് അറിയുന്നത് ഞാൻ പോകുന്ന ലൈവുകളിലുള്ളവർക്കും ഞാൻ എത്രത്തോളം ബന്ധം കാത്തു സൂക്ഷിക്കുന്നവർക്കൊക്കെ എന്നെ അറിയാൻ പറ്റും. സപ്പോർട്ടാണ് എന്ന് കേട്ടാൽ മാത്രം വരുന്നവർ, അതാണ് ശരിക്കും സപ്പോർട്ട്, അതാണ്. അപ്പോൾ എൻ്റെ ലൈവിലെ ആളെ പിടിച്ചു നിർത്താൻ വേണ്ടി ഞാൻ അങ്ങനെയൊക്കെ പറയുന്നു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നത് വെറും വിഡിത്തമായ വാക്കുകളാണ് എന്നാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്. കാരണം ലൈവുകളിൽ വരുന്നവരെ എല്ലാവരെയും നമ്മൾ ഒരേ ലെവലിൽ, നമ്മുടെ സൗഹൃദങ്ങൾ എന്താണ്, നമ്മളെങ്ങനെയാണ് സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നത്, അതെല്ലാവരിലും ഈവണായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഇവിടെ വന്ന എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാവരോടും ഞാൻ ഒരേപോലെ തന്നെയാണ് ബിഹേവ് ചെയ്തിട്ടുള്ളത്. ഒരാളിൽ നിന്ന് സ്പെഷ്യലായിട്ട് ഞാൻ ആരെയും കണ്ടിട്ടില്ല. കാരണം എനിക്ക് നിങ്ങളെ ഓരോരുത്തരെയും പരിചയപ്പെടാൻ പറ്റിയത് ഈ യൂട്യൂബിലൂടെയാണ്. അതല്ലാതെ എനിക്ക് നിങ്ങളുമായോ നിങ്ങൾക്ക് ഞാനുമായോ ഒരു പേഴ്സണൽ ബന്ധമില്ല. ആർക്കെങ്കിലും അങ്ങനെ പേഴ്സണൽ ബന്ധങ്ങൾ ഉള്ളവരുണ്ടെങ്കിൽ ഇതിൽ പറയാട്ടോ. എനിക്ക് നിങ്ങളെ പേഴ്സണലി അറിയാം എന്നുള്ളത് പറഞ്ഞാൽ, അത് അറിയുന്നതാണെങ്കിൽ ഞാൻ അറിയും എന്ന് തന്നെ പറയും, അറിയാത്തതാണെങ്കിൽ അറിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ബന്ധങ്ങളില്ലാത്ത ഒരാളെ ബന്ധങ്ങളുണ്ടെന്ന് പറയാൻ എന്നെക്കൊണ്ട് കഴിയില്ല. ബന്ധങ്ങൾ ഇല്ലാത്ത ഒരാളെ, അല്ലെങ്കിൽ ബന്ധങ്ങൾ ഉണ്ട് എന്നുള്ള ഒരാളെ ഇല്ല എന്ന് പറയാനും എന്നെക്കൊണ്ട് കഴിയില്ല. അപ്പോൾ ബന്ധം ഉള്ളവരാണെങ്കിൽ ബന്ധം ഉണ്ടെന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ മുന്നേ പരിചയമുള്ളവരാണെങ്കിൽ മുന്നേ പരിചയമുള്ളവരാണെന്ന് പറയും. അതല്ലാത്ത ഇപ്പോൾ എനിക്ക് ഇതിൽ വന്ന് ഈ കമൻറ്റും ലൈക്കും ചെയ്ത് തന്ന എല്ലാവരും, ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരെയും ഞാൻ ഈ യൂട്യൂബിൽ ലൈവ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം പല ലൈവുകളിലൂടെയും കണ്ട് മറഞ്ഞു പോയ നല്ല സൗഹൃദങ്ങൾ തന്നെയാണ്. സോറി ചേട്ടാ, ഞാനും ഈ ലീവില്ല എന്ന് പറയുന്നത് മനസ്സിലായില്ല. ഞാനും ചേട്ടനെ താങ്ക്സ് കോഡ്, ചേട്ടനെ സപ്പോർട്ട് ചെയ്യുമെന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. താങ്ക്സ് വേ ടു സിയോണിൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ കമൻറ്റ്, ഒരു 2-3 വീഡിയോ ഞാൻ ഇന്ന് തന്നെ കമൻറ്റ് ചെയ്യും കേട്ടോ. ഇത് ഈ ലൈവിൽ ഇരിക്കുമ്പോൾ തന്നെ, ഇത് കട്ടാവുന്നതിന് മുന്നേ തന്നെ വേ ടു സിയോണിൻ്റെ ലൈവിന് ഞാൻ ചെയ്യും. വന്നല്ലോ നമ്മുടെ ശരണ്യ ബൈജു, എന്തുണ്ട് വിശേഷം? ഹായ് ചേട്ടാ, ഞാൻ പിന്നെയും എത്തി എന്ന് പറയുന്നു. താങ്ക് യു ശരണ്യ. ഞാനിപ്പോൾ ഈ പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട്, അത് ഞാൻ ഷോർട്സ് വീഡിയോ അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ലൈക്ക് 10 എന്ന് പറഞ്ഞിട്ടുണ്ട് ശരണ്യ. താങ്ക്സ് എ ലോട്ട്. നമ്മുടെ വേട്ടൂനെ ഒന്ന് സബ് ചെയ്യണം. നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ള കുറേ കമൻറ്റുകളുള്ള കുറച്ച് സുഹൃത്തുക്കളുണ്ട്. ഫാറൂഖ് അങ്ങനെ ഹായ് പറഞ്ഞങ്ങനെ പോയി. നമ്മളെപ്പോഴും സൗഹൃദങ്ങളെ സൂക്ഷിക്കേണ്ടത് ജസ്റ്റ് ഒരു ഹായ് പറഞ്ഞു പോകുന്നൊരു ബന്ധത്തിലൂടെ മാത്രമാവരുത് കേട്ടോ. ശരണ്യൊക്കെ ഇപ്പോൾ ഞാനിടുന്ന ലൈവുകൾ കാണുമ്പോൾ ഓടി വരാറുള്ളൊരു സൗഹൃദത്തിൽപ്പെട്ട ഒരാളാണ്. വേ ടു സിയോൺ നമ്മളോടൊപ്പം ഉണ്ട്.
എപ്പോഴും ഡ്യൂട്ടിയിലാകും ചേട്ടാ. അതെ, കുറേ ഒരുപാട് പേര് ഡ്യൂട്ടിയിലുള്ളവരുണ്ട്, ഒരുപാട് പേര്. ഞാൻ ഈ ഒരു